ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 67-ാമത്തെ തിരുവചനവും 76 മുതൽ 80 വരെയുള്ള തിരുവചനവുമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. സഖറിയ സ്നാപക യോഹന്നാൻ്റെ പിതാവ് 10 മാസക്കാലത്തെ മൗനവ്രതത്തിന് ശേഷം ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം തുറന്ന് അധരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുക. വാർദ്ധക്യത്തിന് നെറുകയിൽ തനിക്കും എലിസബത്തിനും ജനിച്ച കുഞ്ഞ് യേശുവിൻ്റെ മുന്നോടിയായി വഴികാട്ടിയായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമായി കടന്നു പോകുന്നതിനെക്കുറിച്ചും വലിയ സന്തോഷത്തോടുകൂടി യേശുവിൻ്റെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ കഥയിൽ തൻ്റെ പ്രിയമകനും കണ്ണിയാകുന്നതിലുള്ള വലിയ സന്തോഷവും ഇവിടെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആഴവും പരപ്പുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടി കോറിയിടാനാണ് ഇന്നത്തെ തിരുവചനം നമ്മെ പ്രേരിപ്പിക്കുക. നാം തിരിച്ചറിയണം, നീണ്ട കാലം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നിരന്തരം കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കൊടുക്കാതിരുന്ന ഒരു ചോദ്യത്തിന് 100-ാമത്തെ വയസ്സിൽ ഉത്തരം കൊടുക്കുകയാണ്. 100ഓടടുത്ത് പ്രായമുള്ള എലിസബത്തിൽ 100 കഴിഞ്ഞ സഖറിയായ്ക്ക് കുഞ്ഞ് ജനിക്കുകയാണ്. എക്സെപ്ഷണലായിട്ട് ജനിച്ച ഈ കുഞ്ഞ് എക്സെപ്ഷണലായിട്ട് ജനിച്ച ദൈവപുത്രന് സാക്ഷിയാവുകയാണ്. ഒരു ജന്മം മുഴുവൻ കാത്തിരുന്ന ദൈവത്തിൻ്റെ ഇടപെടലിന് ദൈവം കൊടുത്ത ഉത്തരം ചരിത്ര താളുകളിൽ ഇടം നേടുകയാണ്. സ്നാപക യോഹന്നാൻ ഒരു സാധാരണക്കാരനല്ല എന്നും പഴയ നിയമത്തിലെ ഏലിയായുടെ പ്രതിരൂപമാണെന്നും പ്രവചന വിഭാഗത്തിൻ്റെ പ്രവാചകരുടെ ഗണത്തിലെ അവസാനത്തെ കണ്ണിയായി അവൻ ഏലിയായിലൂടെ പുനർജനിച്ചവനാണെന്നും സ്നാപകൻ ഏലിയായുടെ പ്രതീകമാണെന്നുമൊക്കെ നമ്മുടെ മനസ്സിൽ കോറിയിടുമ്പോൾ നമ്മുടെ മനസ്സിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവിടെ ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതിയുടെ ആഴവും പരപ്പും വലുപ്പവും തിരിച്ചറിയുവാൻ വചനം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. നമുക്ക് കരണീയമായിട്ടൊന്നേ ഉള്ളൂ, ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നും നമ്മുടെ കണ്ണീരെല്ലാം അവൻ ശേഖരിച്ചു വച്ചിരിക്കുന്നുവെന്നും നിൻ്റെ ജീവിതത്തിൻ്റെ ഗദ്ഗത വേളകളിൽ, നൊമ്പര വേളകളിൽ ഞാൻ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുകയും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുദിന ജീവിതത്തിൽ ക്രിസ്തു സാക്ഷികളായി തീരാനുള്ള വലിയ നിയോഗം സന്തോഷത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും